ഹലോ ഹായ്. ദമാമെന്ന് റിയാദ് എത്തി. റിയാദ് ഈ ലൈറ്റ് കാണുന്നുണ്ടോ? കുറേ ബിൽഡിങ്ങുകളും വീടുകളൊക്കെ ലൈറ്റ് കാണുന്നുണ്ടോ? ഈ ടൗൺ എത്തി. ടൗൺ ക്രോസ് ചെയ്യണം. ടൗൺ ക്രോസ് ചെയ്തിട്ട് വണ്ടി എവിടെയെങ്കിലും സൈഡാക്കണം. ജിദ്ദ റോഡ് പിടിച്ചിട്ട് എവിടെയെങ്കിലും സൈഡാക്കി കിടന്നുറങ്ങണം. ഇതാണ് ടൗണ്. പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജിദ്ദ റോഡ് എത്തി. ഇത് റിയാദ് ടൗണാണ്. ഈ പാലം കഴിഞ്ഞിട്ട് സൈഡാക്കി വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി കിടന്നുറങ്ങണം. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് വണ്ടി പോകുള്ളൂ. അങ്ങനെ വണ്ടി സൈഡാക്കി അടുത്ത പമ്പ് പിടിച്ച് വാഷ്റൂമിൽ കയറാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഒന്ന് ഫ്രഷായിട്ട് പോകാലോ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ബിനുച്ചേട്ടൻ. ഇത് അങ്കമാലിയില്ല. മൂപ്പരെ പരിചയപ്പെട്ടപ്പോൾ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാണ്. പുള്ളി 15 വർഷമായി ഇവിടെ ചിക്കൻ കറി വെക്കുക. ഇവിടെ ട്രെയിലറിലെല്ലാം വെക്കാൻ പറ്റുള്ളൂ. നാളത്തേക്കുള്ള കൂടി ചിക്കൻ കറി വെക്കാന്നാണ് പറയുന്നത് മൂപ്പര്. വിശേഷങ്ങളെല്ലാം ചോദിച്ച് അപ്പോൾ പുള്ളി അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറയാണ്. ബിനു എന്നാണ് പേര്, അങ്കമാലി. വിശേഷങ്ങളെല്ലാം ചോദിച്ച് ഞാൻ പോവാ, വണ്ടി വിടുക. വണ്ടി നമ്മുടെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ട്രെയിലറിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, ഫുഡ് വെക്കാനുള്ള ഫ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ഓക്കെ ബായ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് പോവാണ്. നമ്മളിവിടെ ബാത്റൂമിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോഴേ ഇവിടുത്തെ അൽത്രൈസ് പെട്രോൾ പമ്പിൽ എല്ലാ പമ്പുകളിലും നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നു. ആളും ഉണ്ട്, അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല വൃത്തിയാ. ഇതാണ് ഞാൻ കയറിയ ടോയ്ലറ്റ് ഈ അൽദൈസ് പമ്പിലെ. ഇതാണ്ട് ആൾ ക്ലീൻ ചെയ്യാൻ അവൻ്റെ തന്നെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അൽദൈസ് പമ്പിൻ്റെ എന്ത് വൃത്തിയാ, നല്ല വൃത്തിയുണ്ട്. കണ്ടോ? ഇവിടെ എല്ലാം സോപ്പ്, എല്ലാത്തിനും സോപ്പ് വെച്ചിട്ടുണ്ട്. എപ്പോഴും ക്ലീൻ ചെയ്തിടും. ഞാൻ എല്ലാ അൽദൈസ് പമ്പിലും കയറി. ഇതിലാണല്ലോ നമ്മുടെ അക്കൗണ്ട് എല്ലാം ഉള്ളത്, ഡീസൽ അടിക്കാനുള്ളതും. അപ്പോൾ ഡീസൽ അടിക്കാൻ കയറ്റുമ്പോൾ ഇവിടെ കയറാറുണ്ട്. കുളിക്കാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പമ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അടുത്തൊരു പമ്പ് കണ്ടു, അതിൽ കയറ്റി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോവാൻ. ഈ കടയിൽ മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടില്ല. അന്ന് ഇവിടെ വന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇഡ്ഡലി, പൊറോട്ട, ഉപ്മാവ് എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇനി പോവും. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഡീസൽ അടിക്കാനുണ്ട് വണ്ടിയിൽ. അടുത്ത പമ്പ് കണ്ട അൽദ്രൈസിൻ്റെ. ഈ വഴിക്ക് നിറയെ പമ്പുണ്ട് അൽദ്രൈസിൻ്റെ. ഇവിടുന്ന് ഡീസൽ അടിച്ച് ഫില്ല് ചെയ്യണം. ഇവിടുന്ന് ഡീസൽ അടിക്കുമ്പോൾ നമുക്ക് പൈസയൊന്നും വേണ്ട. നമ്മുടെ വണ്ടിയിൽ ഒരു ചിപ്പ് ഉണ്ട്. നമ്മൾ അത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ആ പമ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഓപ്പൺ ആവും. തുറന്നു കഴിഞ്ഞാൽ അടിച്ച് ഫില്ല് ചെയ്ത് പോവാം. ഒരാളിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ഇവിടുത്തെ പെട്രോൾ പമ്പിൽ ഒരാളും ഉണ്ടാവില്ല, ഒരാൾ നോക്കി നിൽക്കും വേണ്ട. നമുക്ക് അടിച്ച് പോവാം. 3 ട്രെയിലർ ഉണ്ട് ഇവിടെ നിൽക്കുന്നത്. ഈ ട്രെയിലറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അടിച്ചു ഡീസലൊക്കെ ഫില്ല് ചെയ്ത് തായ്ഫ് റോഡ് എത്തി. തായ്ഫ് റോഡിൽ നിന്ന് ഈ കിടക്കണ ജിദ്ദയിലേക്ക് പോവാ. തായ്ഫ് റോഡിലേക്ക് 680 ഉണ്ട്. തായ്ഫിലേക്ക് മക്ക 788, ജിദ്ദ 867 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്.